ഏറെ സ്നേഹമുള്ളവരെ, അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തിന്മകളും ക്ഷമിക്കപ്പെടും. പ്രഭാഷകൻ 28-ാം അധ്യായം 2-ാം തിരുവചനം. ഇതാ ഗ്രാമ തലവന്റെ കോടതിയിലേക്ക് ഒരു വൃദ്ധൻ കുറ്റം ആരോപിക്കപ്പെട്ട് കൊണ്ടുവന്നു. ഒരു കരി മോഷ്ടിച്ചതാണ് കുറ്റം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വൃദ്ധൻ പറഞ്ഞു, അനേക ദിനങ്ങളായി എന്റെ കുടുംബം പട്ടിണിയിലാണ്. അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മോഷണം നടത്തിയത്. ഗ്രാമത്തലവൻ 100 രൂപ പിഴ വിധിച്ചു. തന്റെ കീശയിൽ നിന്ന് തന്നെ 100 രൂപ എടുത്ത് വൃദ്ധന് കൊടുത്തു പിഴയടയ്ക്കാൻ. ഒപ്പം മറ്റൊരു വിധി, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും 50 രൂപ വീതം പിഴയടയ്ക്കണം. എന്തിനെന്നോ, ഈ ഗ്രാമത്തിൽ വിശപ്പകറ്റാൻ മോഷ്ടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ വലിയൊരു തുക ആ വൃദ്ധന് കൊടുത്തുകൊണ്ടാണ് ആ കോടതി പിരിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിക്കോള പെറൂജിയയിൽ നിന്ന് സിയന്നയിലേക്ക് വന്ന അക്രമാസക്തനായ ഒരു യുവാവാണ്. വധശിക്ഷയാണ് വിധിക്കപ്പെട്ടത്. അയാൾ വളരെ ക്രൂരമായി പെരുമാറി. സിയന്നയിൽ മിസ്റ്റർ കാതറിൻ ഈ വിവരം അറിഞ്ഞ് ജയിലിലെത്തി. വ്യക്തിയോട് സംസാരിച്ച് അയാളെ മാനസാന്തരപ്പെടുത്തി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് അയാൾ വധശിക്ഷ ഏറ്റുവാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം. നമുക്ക് പരസ്പരം സ്നേഹിക്കണ്ടേ, ദൈവത്തിന്റെ മക്കളാകണ്ടേ, നമുക്ക് ഒന്നിച്ച് കൈപിടിച്ച് ദൈവസന്നിധിയിലേക്ക് എത്താം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.